ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തേതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതും സ്പെഷ്യലായിട്ടുള്ള മിസ്റ്റർ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായിട്ട് ഇക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണിത്. വേറെ നല്ല ഇക്കാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇന്ന് ഞാൻ പാലക്കാടൻ റാവുത്തർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോക്ക്. ഞാൻ ഉണ്ടാക്കുന്ന അളവ് എന്ന് പറഞ്ഞാൽ 4 കപ്പ് ബിരിയാണി അരിയും, അതായത് 1 കിലോ ബിരിയാണി അരിയും 1 കിലോ ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ഈ ബിരിയാണിയിലേക്ക് ഫ്രഷ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാലപ്പൊടി ഉണ്ടാക്കണം. നോർമൽ നമ്മളെ ഗരം മസാലയൊക്കെ പോലെ തന്നെ, പക്ഷേ ഇത് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ മസാലപ്പൊടി ഉണ്ടാക്കി വെക്കാം. അതിനായിട്ട് 5 ഗ്രാമ്പു, 4 ഏലക്ക, ചെറിയ 2 പീസ് പട്ട, ഒരു ചെറിയ പീസ് ജാതിക്കയും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള കുരുമുളകും, 1.5 ടീസ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലിയും, 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈ ഒരു ഐറ്റമാണ്, മെയ്സ് എന്ന മറ്റൊന്ന് ഇതിന് ഇംഗ്ലീഷിൽ പറയല്, മലയാളത്തിൽ എന്താണെന്ന് അറിയില്ല. അതൊരു പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പീസ് ഇതുപോലത്തെ സ്റ്റാറും കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 1 ടീസ്പൂണ് വലിയ ജീരകവും 1 ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ വണ്ണത്തിലുള്ള 3 വലിയ തക്കാളിയും, ഉള്ളിയും തക്കാളിയും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. പിന്നെ ഇതൊരു 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ബിരിയാണിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ ഉള്ളിയും കൂടി ഇടും, അപ്പോൾ അതും കൂടി എടുക്കുക. പിന്നെ നമ്മൾ നോർമൽ ബിരിയാണിക്ക് എടുക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി എടുക്കുക. പിന്നെ പച്ചമുളക് എടുക്കുക. പച്ചമുളക് കട്ട് ചെയ്യുകയും ചതക്കൊന്നും വേണ്ട, മുഴുവനായിട്ട് തന്നെയാണ് ഈ റെസിപ്പിക്ക് ഇട്ട് കൊടുക്കൽ. ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ ഈ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഈ 3 കൂടി ഒന്ന് ഇതുപോലെ ചതച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള ഉള്ളിയും തക്കാളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഐറ്റംസ് കൂടി വേണം, അത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രം എടുത്ത് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരു 2 ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ സ്പൈസസ് ആയിട്ട് 4 ഏലക്കായും 4 ഗ്രാമ്പുവും 2 ചെറിയ പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ സ്പൈസസ് ഒന്ന് പൊട്ടി വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും 3 പച്ചമുളക് മുഴുവനായിട്ടുള്ളതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉള്ളി ഈ ഒരു പാകത്തിനായി വന്നു കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വെന്ത് വരുന്നത് വരെ വേവിക്കാം. ഇതുപോലെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ മസാലപ്പൊടി ഈ ഒരു അളവ് ബിരിയാണിക്ക് കറക്റ്റാണ്. ഏകദേശം ഒരു 3 ടീസ്പൂൺ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒരു പൊടികളും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ഈ 2 തരം പൊടികൾ മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അതാണ് ഈ ബിരിയാണിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനിയിപ്പോൾ മല്ലിയിലയും പുതിനയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കാട്ടി കുറച്ചധികം പുതിനയില വേണം എടുക്കാൻ. അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം ഈ ബിരിയാണിയിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കാൻ. ഇനിയിപ്പോൾ ഒരു 1/2 കപ്പോളം പുളിയില്ലാത്ത തൈര് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാമാണ് ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ പുതിനയിലയും ഈ തൈരൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഒരു മുഴുവനായിട്ടുള്ള ചെറുനാരങ്ങൻ്റെ നീരും കഴുകി ക്ലീൻ ആക്കി വെച്ച 1 കിലോ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഈ ബിരിയാണിയിൽ നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. സാധാരണ ബിരിയാണിയിൽ നിന്നും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ വരും. ഇനിയിപ്പോൾ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടുന്ന അരിയില്ലേ, അതൊന്ന് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. നമ്മൾ നോർമൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന റൈസാണ്, അത് കഴുകി ക്ലീൻ ആയി 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതാണ്. അതിൽ നിന്ന് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം 1 മിനിറ്റോളം മസാലയിലേക്ക് നല്ലപോലെ ഈ അരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള അളവിൽ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം നല്ലപോലെ ചൂടാക്കി തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കുമ്പം കുറച്ചധികം തന്നെ ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കുറച്ചധികം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് അടികട്ടിയുള്ള പാത്രം എടുക്കാൻ നോക്കുക. കുക്കർ അല്ലെങ്കിൽ ഇതുപോലെ നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രം എടുക്കാൻ നോക്കുക. കാരണം ഇത് മസാലയും കൂടി ഒന്നിച്ചിട്ട് ദമ്മേന്നതായിക്കൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ നോർമൽ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചോറയ്ക്ക് ഒരു 1/4 ഭാഗം ഏകദേശം കുക്കായി വന്നിട്ടുണ്ടാവും. ഇനി നല്ലപോലെ അടിയിനെ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം. റൈസ് ഫുള്ളായി കുക്കായി വന്നതിനാൽ നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ച് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ റൈസ് കുക്ക് ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റി അരി വേവാതെ ആയിപ്പോവും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് പാലക്കാടൻ സ്റ്റൈൽ റാവുത്തർ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ തക്കാളി ചോറ് ടൊമാറ്റോ റൈസൊക്കെ ഉണ്ടാക്കുന്ന സെയിം പോലെയാണ് ഇത് ഉണ്ടാക്കുക. പക്ഷെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറ്റാണ്. വെറൈറ്റി ബിരിയാണികളൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഒരു വട്ടെങ്കിലും ഈ പാലക്കാടൻ റാവുത്തർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഇൻഷാ അല്ലാഹ് ബൈ ബൈ.